ഒക്ടോബർ 7 നടന്നത് ഹമാസിൻ്റെ പാലസ്തീൻ വിമോചന പോരാട്ടമോ ഇസ്രയേൽ വിരുദ്ധ കടന്നാക്രമണമോ? ഹമാസ് തന്നെ അത് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞാലും ലോക മുസ്ലിം നേതാക്കൾ വെറുതെ വിടുന്നില്ല. അവർ പ്രഖ്യാപിക്കുന്നു ഹമാസ് നടത്തിയത് കാഫിറുകൾക്കെതിരായ വിശുദ്ധ യുദ്ധം എന്ന ജിഹാദ് തന്നെ, അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധം. ഇത് പ്രഖ്യാപിക്കാനും ചാർട്ടറാക്കി ഒപ്പുവെക്കാനും തുർക്കിയിൽ സമ്മേളിച്ചത് ലോക ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഗണം. 39 മതസംഘടനകളുടെ പ്രതിനിധികളും 350 ഇസ്ലാമിക പണ്ഡിതരും ഉണ്ടായിരുന്നു. ഹമാസിന്റെ കടന്നാക്രമണത്തെ അള്ളാഹുവിന് വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധം എന്ന് രേഖപ്പെടുത്തി ഹമാസിനെ പുകഴ്ത്തുവാൻ ദ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഇസ്ലാമിക പണ്ഡിത സഭയുടെ നടപടികളൊക്കെ വിശദമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ പാലസ്തീൻ വിമോചന പോരാട്ടത്തെ പിന്തുണച്ചും മതിവരാത്ത ഇവിടുത്തെ കപട ഹമാസ്വാദികൾക്ക് വേണമെങ്കിൽ ആ റിപ്പോർട്ടും ലോക മുസ്ലിം പണ്ഡിതന്മാരെയും തള്ളി ഹമാസിന് ഇനിയും വിശുദ്ധ പദം നൽകാം. പക്ഷേ തങ്ങൾക്ക് വേണ്ടത് ഇസ്ലാമികവാദികളുടെ പിന്തുണയാണെങ്കിൽ ധൈര്യമായി പറയണം ഹമാസ് ചെയ്തത് വിശുദ്ധ യുദ്ധമാണെന്ന്. കാഫറുകൾക്കെതിരെ അള്ളാഹുവിന് വേണ്ടി ഹമാസ് നടത്തിയ ജിഹാദ് തന്നെയാണെന്ന്. തങ്ങളിങ്ങനെ ഒന്നിച്ചുകൂടി ഒപ്പുവെച്ചത് എന്തിനെന്ന് ചാർട്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ അബ്ദുൽ ഹൈ യൂസഫ് പറയുന്നത് കേൾക്കുക. വീരന്മാരായ ജിഹാദ് പോരാളികളെ കുറിച്ചുള്ള നുണപ്രചാരകർ പരത്തിയിട്ടുള്ള സംശയങ്ങൾ നീക്കി ഇസ്ലാമിക സമൂഹത്തിനെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ എന്ന് വെച്ചാൽ ഹമാസ് നടത്തിയ കാഫിറുകൾക്കെതിരായ മതയുദ്ധം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു ഇസ്ലാമിനും സംശയമുണ്ടാകരുതെന്ന്. ഇസ്ലാമിക അറബ് ലോകത്ത് ഹമാസിന്റെ നടപടിക്കെതിരെ പരക്കെ വിമർശനമുണ്ടായ സാഹചര്യത്തിലാണ് ഹമാസിനെ പുകഴ്ത്തുവാൻ ഇസ്ലാമിക പണ്ഡിത ഗണം സമ്മേളിച്ചത്. അത് ഇസ്ലാമികവാദികളുടെ ഗണം പ്രതീക്ഷിക്കാത്ത അനുഭവമായിരുന്നു. ഫലത്തിൽ ഹമാസിനും കൂട്ടർക്കും ഇസ്ലാമിക ലോകത്ത് ലഭിച്ചത് ശുഷ്കമായ പിന്തുണയാണെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സമ്മേളനവും ചാർട്ടർ ഒപ്പുവെക്കലും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.